എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അവസാന അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. അതായത് ഫൈനൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഓൺലൈൻ രജിസ്ട്രേഷനുള്ള സൗകര്യം ഓഗസ്റ്റ് 1 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കുക. അതായത് നാളെ വരെയാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരം ഉള്ളത്. ആദ്യ അലോട്ട്മെൻറ്റ് പട്ടികകളിൽ ഉൾപ്പെടാത്തവരും അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പ്രവേശനം എടുക്കാത്തവരും ഇതുവരെ ഓപ്ഷനുകൾ നൽകാത്ത വിദ്യാർത്ഥികളും അതുപോലെ ഇതുവരെ അപേക്ഷിക്കാത്തവരും ഉൾപ്പെടെയുള്ളവർക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുകയും രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് cap.mgu.ac.in/ugcap2024/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു ഫോർ ക്യാപ് ഫൈനൽ അലോട്ട്മെൻറ്റ് 1 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആദ്യം അക്കൗണ്ട് ക്രിയേഷൻ, പിന്നീട് പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുക, പിന്നീട് ഓപ്ഷൻ സെലക്ഷൻ, അതുപോലെ ഫീ പേയ്മെൻറ്റ്, അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യൽ, അതുപോലെ ഫൈനൽ സബ്മിഷൻ എന്നിവ നൽകി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഏത് കാറ്റഗറിയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു പേജിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏത് കാറ്റഗറിയാണെന്ന് ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി അക്കൗണ്ട് ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ലോഗിൻ ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac.in/ugcap2024/ എന്നുള്ള പേജ് വഴി നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വന്ന് നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വേക്കൻസി അറിയാനായിട്ട് ഇവിടെ കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് സെലക്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ മൈനർ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് പേജ് മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോ കോഴ്സിലും എത്ര വീതം സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഓരോ കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇതിൽ വേക്കൻസി കാണിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പേജ് മാറിപ്പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഒരു തവണ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാംസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാംസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ഐക്കൺ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പ്രോഗ്രാംസിൻ്റെ അവിടെ പ്ലസ് ഐക്കൺ കാണാം. ഇവിടെ നിങ്ങൾക്ക് അവിടെ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്തും ഇവിടെ എത്ര വേക്കൻസിയാണ് ആ ഒരു കോളേജിൽ ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഏകദേശം കുറേ വേക്കൻസിയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷനുകൾ കൊടുക്കുക. അതുപോലെ എയ്ഡഡ് കോളേജുകളിലും ഇതേ രീതിയിൽ തന്നെ വേക്കൻസി കാണുന്നുണ്ട്. ഇത് മെറിറ്റ് സീറ്റുകളാണ് വിവിധ കോളേജുകളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിൽ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ നിരവധി വേക്കൻസീസാണ് പല കോളേജുകളിലും ഉള്ളത്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഏത് കോഴ്സിലേക്കാണ് നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച് അതിലെ വേക്കൻസി കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ നാളെ വരെയാണ് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാനായിട്ട് സാധിക്കുക. അതായത് നാളെ വൈകുന്നേരം വരെയാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകും. ജസ്റ്റ് നമുക്കത് നോക്കാം എത്ര മണി വരെയാണ് കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഒരു ഓഗസ്റ്റ് 1 വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാളെ രാത്രി വരെ നൽകാൻ സാധിക്കുമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒരു വൈകുന്നേരത്തിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.